ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇവിടെ ഉണ്ട്. നല്ലോണം അങ്ങനെ കടന്നുറങ്ങി. ഞാനിന്ന് നീച്ചയിക്കുന്നുണ്ട്. ഒരു വെറുതെ റീലെടുത്തതാ. അപ്പൊ അലാക്ക് വെക്കണം. ആരെ? നമ്മളെ ആ കപടഭക്തി ഇല്ലേ ഓള്. ഇജെന്തിനാ മൂത്താപ്പാനെ പറഞ്ഞ? ഞാൻ വിചാരിച്ചു ഇവിടെ മൂത്താപ്പാന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണ്. അപ്പൊ നോക്കുമ്പോ മൂത്താപ്പല്ലേ, മുത്തപ്പന അത്ര. അത് ഇവിടെ അങ്ങനെ പല്ലിന്റെ അടിയിൽ കൂടെ അങ്ങോട്ട് ഏറ് പോയിട്ട് മൂത്താപ്പയാണ്. അതെന്തോ അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞില്ലേ, ഇവള് ഇപ്പൊ ഹിന്ദുക്കളെ വരെ ചോദ്യം ചെയ്യേണ്ടടത്തേക്ക് എത്തി. ഹിന്ദുക്കൾക്ക് മറ്റവരെ ഈശ്വരന്മാരെ ഒന്ന് വിളിക്കാൻ പറ്റൂല, ഈശ്വരന്മാരൊന്നും പറയാൻ പറ്റൂല, ആരെന്തൊക്കെ പറയണം എന്നുള്ളത് ഇവള് ഇങ്ങനെ തീരുമാനിക്കും. മനസ്സിലായോ? നിങ്ങളത് കേട്ടാ മതി. ഒരു വീഡിയോ ഞങ്ങക്ക് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഇതാ അത് പൊളിച്ചു. അയാളെ ഇന്ന് മുണ്ടായിരിക്കുന്നതാളെ ഇത് എവിടെ ഇപ്പൊ നിർത്തുക? ഒരു മിനിറ്റ് നിർത്തത്. പറയും. അയാള് സാമിയാണ്. അപ്പൊ അയാൾ ഇവൾക്കെതിരെ എന്തോ കമന്റ് ഇട്ടതാണ്. അയാള് പറയണത് ന്യായമുണ്ട്. നിനക്ക് അങ്ങനെ നീ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്ക് പറ്റില്ലെങ്കിൽ നീ ആ കമന്റ് ബോക്സ് ഓഫ് ചെയ്തളാ. പിന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ദൈവത്തെ കുറിച്ചിട്ടാണ്. അതിന്റെ നല്ലത് ഏത് മോശം ഏത് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം അവര് ജന്മനാ അവരുടെ മതത്തെ കുറിച്ചിട്ട് പഠിച്ചിട്ടൊക്കെ വന്നത് കൊണ്ടാണല്ലോ പുള്ളിക്കാരന് സാമി എന്നുള്ള ഒരു പേര് വന്നത്. ഒരു അത്യാവശ്യം അതിനെ കുറിച്ചിട്ട് ഒരു വിവരം ഉള്ളത് കൊണ്ട് ആ ആളിപ്പോ ഒരു ദൈവത്തിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രേ പറയുള്ളൂ. ഇവൾക്ക് അപ്പളത്തിന് ഇളകി, ഇവളെ അപ്പളത്തിന് ചെന്നു. ആരടാന്റെ മൂത്താപ്പാനെ പറഞ്ഞിട്ട് മൂത്താപ്പാനല്ലേ എളാപ്പാനെ പറഞ്ഞു. ഇജെന്തിനാ മറ്റുള്ള കാര്യം നോക്കണം? ഇവളൊന്ന് സ്റ്റാറാകാൻ നോക്കിയതാണ് സംഖ്യകളുടെ മുമ്പില്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതന്നെ ഇനി പല ആളുകൾക്കും വരിക. ഓളിപ്പോ ഇനി ഒന്നും കിട്ടി എന്താ പറയാ, ഈ തിരക്കും കോടതിയും കേസൊക്കെ ഒന്നും കഴിയട്ടെ, എങ്ങനെയെങ്കിലും ഗുരുവായൂരിന്ന് അവിടെ ഉള്ള എന്താ പറയാ മേൽശാന്തിനെയും കീശാന്തിനെയും ഒക്കെ പാടെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഓള് ഒരു റീലിന്റെ സ്റ്റുഡിയോ ആക്കാൻ പറ്റുമോ നോക്കിയിട്ട് അപ്പൊ ഓള് നടക്കണം. അതിന്റെ ഇടയിൽ കൂടെ അപ്പൊ ഓള് ഈ മൂത്താപ്പ പറഞ്ഞൊക്കെ പാടെ നിങ്ങൾക്ക് അറിയില്ലേ? സോറി, മുത്തപ്പൻ പറഞ്ഞൊക്കെ പാടെ നിങ്ങൾക്ക് അറിയില്ലേ? മുത്തപ്പൻ ഇവളോട് ചോദിച്ചതാണ്. മുത്തപ്പന് ഇവളെ കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല. മുത്തപ്പൻ പറയണേ ഒരുപാട് പ്രയാസത്തിലാണ്. മുത്തപ്പനോട് പറയവള് ഒരുപാട് പ്രയാസത്തിലാണ്, ജനങ്ങൾ മുഴുവൻ കല്ലെറിയുന്ന അവസ്ഥയിലാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലല്ലോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കല്ലെറിയുന്ന അവസ്ഥയിലാണ്. നമ്മള് നേരം വെളുത്താ ഒരു ലോഡ് മെറ്റലോണ്ട് പോയിട്ട് ഓളെ പരിക്ക് ഇങ്ങനെ എറിയല്ലേ വെറുതെ. ഓളെ കല്ലെറിയ അത്ര ആലോചിച്ച് നോക്കണം നിങ്ങള്. നമ്മൾ ഓളൊന്നും ചെയ്തിട്ടില്ല. ഓള് പെരന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണ നല്ലൊരു കുടുംബശ്രീയായ ഒരു പെണ്ണാണ് ഓള്. എന്നിട്ട് ഓളെ നമ്മൾ എന്ത് ചെയ്യുക, ദിവസം രാവിലെ ഓരോ ലോഡ് കരിങ്കല്ലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ എറിയ. ഇതിന്റെ കേടങ്ങൾക്ക് ആ പെണ്ണിനെയൊക്കെ കല്ലെറിയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഹിന്ദുക്കളുടെ ദൈവത്തിനെ വിളിക്കണോ വേണ്ടയോ, കുറ്റം പറയണോ നല്ലത് പറയണോ ഒക്കെ തീരുമാനം എടുക്കണത് ഇബളാ. കാരണം ഇബളെ കജ്ജിലല്ലേ. ഇബളെ കജ്ജില് കുരുനേട്ടുണ്ടല്ലോ ക്യാമറാമാൻ, ആങ്ങളാന്നും പറഞ്ഞിട്ട്. അതിലാ മുത്തപ്പൻ തന്നെ കേൾക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഞാൻ കാണിച്ചുതരാം. അല്ല, ഭർത്താവ് എവിടെയാണ്? ഗൾഫില്. ഏത് ഗൾഫില്? അറബി രാജ്യത്തിന് മുഴുവൻ ഗൾഫ് എന്നാ പറയാ. ഈ ഗൾഫ് മുഴുവൻ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും അവസാനത്തെ ഇവ മാത്രം അവിടുന്ന് പോരൂല, അത് ഉറപ്പാണ്. കാരണം ഓനെ മാത്രമേ അവിടെ നിർത്തുള്ളൂ, ബാക്കി എല്ലാരും ഇങ്ങോട്ട് പറഞ്ഞയച്ചു എന്നാ കാരണം പിന്നെ ഓള് പറയാം. എന്നാലും മാപ്പിള ഗൾഫിൽ തന്നെ. ഓളിപ്പോ കുറച്ചു മുമ്പ് കുറെ പേപ്പറും കടലാസും കൊണ്ടൊക്കെ ഇറങ്ങിയെന്നല്ലോ. ഓളെ മാപ്പിളിനെ തെളിയിപ്പിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഗതികെട്ട വേറൊരു ഭക്തി ഉണ്ടാവൂല. സ്വന്തം മാപ്പിളിനടക്കം മോൾക്ക് തെളിയിച്ചാൻ കുറെ കടലാസും പേപ്പറും വന്നിട്ട് ഇതാ കണ്ടോ. ഇതാണ്ടോ ഈ കോളല്ലേ? ഈ കോളാണ് എന്റെ ഭർത്താവിനുള്ള കോളം. അതെങ്ങനെ ഇവിടെ വന്നു? പിന്നെ നിങ്ങള് പറയോ
ജസ്ന സലീമിന് ഭർത്താവില്ലാന്ന്. ഇതിന്റെ ക്യാമറാമാന് ഓളെ കുരുനേട്ടനാ. ആലോചിച്ച് നോക്കണം. കുരുനേട്ടന് ഇതിക്കും വലിയ ലക്ക എന്താ? ഏതിനൊരു മാപ്പിള ഉണ്ടെന്ന് പറയും ചെയ്യും, ഇവളോട്ട് തുറന്ന് പറയില്ലല്ലോ. ഇവനിക്ക് സുഖമായിട്ട് അവിടെ അവന്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇരിക്കാം. എന്നാ പേരോ അങ്ങളാ നല്ലവനായ ഉണ്ണിയല്ലേ ഓന്. ഓനോട് കാണുമ്പോഴും ഓനാ ഷാള് ചുറ്റുമ്പോഴും അപ്പൊ ഇവൾക്കൊരു പർദ്ദ ചുരിദാറോടല്ല. എന്തിന്? കുരു പൊട്ടണവർക്കാണ് പൊട്ട. ആർക്ക് പൊട്ടണു? ഇവിടെ ഇസ്ലാമായിട്ട് ആരെങ്കിലും സ്വീകരിച്ചിക്കണോ ഇന്ന് വരെ? ഈ ഒരു ജസ്ന സലീം എന്നുള്ള ഒരു പേര് മാത്രം. എന്നിട്ട് ഓള് വെറുതെ ഓളെ തന്നെ ഞാൻ ഒരു മുസ്ലിം മതസ്ഥ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ദുരഭിമാനം ഉണ്ടാവില്ലല്ലോ. ഞാൻ ഒരു മുസ്ലിം സ്ത്രീ, ഈ മുസ്ലിം സ്ത്രീ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ പേരിൽ വിറ്റ് ജീവിക്കുന്ന ഒരു പരനാരിയാണ് ഈ ജസ്ന സലീം. അതിലിപ്പോ ആർക്കാ പത്ര സംശയം? എന്നിട്ട് സ്വാമി മറ്റേ മുത്തപ്പൻ എന്തേ പറഞ്ഞു എന്നും പറഞ്ഞിട്ട്, മുത്തപ്പൻ എന്തിന് എന്തോ കമന്റ് ഇട്ടു എന്നും പറഞ്ഞിട്ട് ഓള് നേരം വെളുക്കുമ്പോ മറ്റോനെയും തൂക്കിയും കൊണ്ട് ചെന്നിക്ക. ആരെന്റെ മൂത്താപ്പാനെ പറഞ്ഞ എന്താ ഓളൊക്കെ കഴിഞ്ഞിട്ടില്ല. ബാക്കി കാണിച്ചു തരാം. അതാ സാമി അല്ല പിന്നെ വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചാണ് ആ സാമി. എന്താ ഈ മനുഷ്യന്മാരെ കൊണ്ട് ഒന്നും പറയിപ്പിച്ചാത്തൊരു പെണ്ണ ആ പോയിട്ട് പറയണത്? വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചണോ പോയി ചത്തൂടെന്ന്? എങ്ങനെയുണ്ട്? ഇവളാണെങ്കിലോ എവിടെയെങ്കിലും ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവും, പിറ്റേ ദിവസം കാണാ പാമ്പ് ആടിനെ മുണിങ്ങിയ മാതിരി മറ്റേ ഏതെങ്കിലും കട്ടിലുമങ്ങനെ കിടക്കണോ ഒക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ നോണിയൊന്നും അല്ല പറയുന്നത്. ഇവള് എന്ന് ഗുരുവായൂർ പോയോ അതിന്റെ പിറ്റേ ദിവസം കാണാ പാമ്പ് ഇരമുണിങ്ങി കിടക്കാതെ തോന്നും. ഒരു 101 ഗ്ലൂക്കോസും കുപ്പി, ഒരു 24 കെട്ടും ഉണ്ടാവും. എന്നിട്ട് ഇത് ഇങ്ങനെ പൊക്കി പിടിച്ചും കൊണ്ടൊരു വീഡിയോ ഉണ്ടാവും. ഓള് ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് ഇനി ആരും എതിർക്കണ്ട. ഓള് ഗുരുവായൂർ അമ്പലത്തിൽ പോയിക്കായിരുന്നു. അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു. ഇവള് ഈ കുരുനേട്ടനായിട്ട് പോണടത്തോടെ കണ്ണി കണ്ടതൊക്കെ ഈ വാങ്ങി വലിച്ചു വാരി തിന്നും. എന്നിട്ട് വയറ്റി നോക്കി പിടിച്ചാലും കാണാം ഇവളെ കജ്ജുമ്മക്കെട്ട്. എന്നിട്ട് അതിന് ഗ്ലൂക്കോസും കയറ്റിയിട്ട് ഓള് കടന്നിട്ട് പിന്നെ മുസ്ലിം മതസ്ഥിതി ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരൂലല്ലോ. ഇവൾക്ക് വയറിളകിയാലും മുസ്ലിങ്ങൾക്കാ കുറ്റം. എന്താ പിന്നെ ചെയ്യാ? ഇതൊന്നുമല്ല, ഞാൻ കാണിച്ചുതരാം. നിങ്ങളവിടേക്ക് പോണ്ട. എന്ത് തരിയത് ഇത്? മറ്റേ ഫാത്തിരി സാജിദയുടെയൊക്കെ കുടുംബമുണ്ട്. ഓളെ തനി സ്വഭാവം വരുന്നുണ്ടോ? ഇവറ്റൊക്കെ ഈ വാ കൊണ്ട് തന്നെയാണല്ലോ ഭക്ഷണം കഴിക്കണെന്ന് ആലോചിക്കണം ഞാൻ. ഇവരൊക്കെ വിചാരം തെറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആയിന്ന. ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറി വിളിക്കൂലേ? ഓലിൽ നിങ്ങൾ ഒരു കാര്യം പ്രതീക്ഷിച്ചാൽ മതി, ഓലിക്ക് മറുപടി ഇല്ല, ഓലെടുത്ത് സത്യവും ഇല്ല. കാരണം എപ്പോഴും നമ്മളെടുത്ത് ഒരു തരി സത്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ സത്യത്തെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക. അത് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലേ ഉള്ളൂ ബാക്കി നമ്മൾ എന്തും. ഇത് ആദ്യം തന്നെ ഉമ്മാക്കും പാപ്പാക്കും കുടിക്കാർക്കും മൊത്തം അങ്ങോട്ട് തെറി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ എതിരാളിന്റെ വാ അടപ്പിക്കലും ഓനെ പേടിപ്പിക്കലുമാണ് ഉദ്ദേശം. അത് രണ്ടും ഇന്ത്യടുത്ത് ചെലവാകൂല എന്ന് അറിഞ്ഞ രണ്ടാളുകളും ഉണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ഇബളെ മഹിമയാണ് പാടാം. ഓൾക്കിപ്പോ ഓളെ മൂത്താപ്പാനെ പറഞ്ഞതിനാണ് പ്രശ്നം. എന്നിട്ട് അത്രയും പ്രായമല്ലേ ഓളെ തന്തര പ്രായമുള്ളൊരു മനുഷ്യനെ, നായെ അങ്ങനത്തോനെ ഇങ്ങനത്തോനെ, ഇതൊക്കെ ഓളെ ഭക്തിയുടെ ഭാഗം. അങ്ങനെയാണ് കൂട്ടുക. നമുക്ക് കേട്ട ബാക്കി. എന്റെ തന്തയാണോ മോനേന്ന് കേക്കണം. ഭക്തി കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. അണ്ണനോടുള്ള അമിത ഭക്തി കൊണ്ടാണ്. ഇനി ഞങ്ങൾക്കോള് ഈ അമ്പലനടയിൽ പോയ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. ഓളിഞ്ഞിപ്പോ മുത്തപ്പനെ കണ്ടത് നമുക്കൊന്ന് കാണാം. അതാ കണ്ടോ?
കാര്യം ആ പറഞ്ഞ എനിക്ക് പറ്റിയില്ല. മുത്തപ്പ, നിങ്ങളോട് എല്ലാ ബഹുമാനം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാട്ടോ, നിങ്ങൾ ആ പറഞ്ഞത് വലിയൊരു പോയിന്റാ. എന്ത്? അവനാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധതയോടുകൂടെ ചെയ്യുക എന്ന്. ഇവള് ചെയ്യണത് മുഴുവൻ വർഗീയതയിൽ എന്ത് സത്യസന്ധതയുള്ള ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ കജ്ജമ്മയിൽ പിടിച്ചിക്കണെന്ന് വല്ല വിവരം ഉണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് അവളോട് പറയാം, അവനാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ആരെയും പേടിക്കണ്ടെന്ന്. ഈ വർഗീയതയിൽ സത്യസന്ധത എന്ന് പറയുന്നത് അത് ഐലിയ അരുവി എന്ന് പറയുന്ന മാതിരിയാണ്. യാതൊരു കോമ്പിനേഷനും ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ? ബാക്കി കാണിച്ചാല. എന്തായാലും ഒളിഞ്ഞിപ്പോ ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് കുറച്ച് വീഡിയോ ചെയ്തു. അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടി ഒന്ന് നിങ്ങൾ കണ്ടോളൂ. ഇതാ ഏക്ക് ഞാൻ എന്റെ ഡിസ്പ്ലേ പോയി വിചാരിച്ചോളാം വലിയ കെട്ടിയിട്ട്. എവിടേക്കായി കേറി വരുന്നു മനുഷ്യനെ വട്ടാപ്പായിരാക്കൊക്കെ അത് കണ്ടല്ല അവസ്ഥ. എന്തേച്ച് പറഞ്ഞു? ഗുരുവായൂരേക്ക് ഏകദേശം തൊഴാൻ വന്നതാണെന്ന്. അത് ഏകദേശം ഞങ്ങക്ക് മനസ്സിലായിക്കോളൂ. ബാക്കി പറയില്ല. കമന്റ് ഉണ്ടോ? അവള് കാല് നോക്കണു. വിട്ടിക്കേ. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഈ ഹിന്ദുക്കളിൽ ആരോ ഒരാള് പറഞ്ഞേക്കണു, നിന്റെ തമ്മാടിത്തരങ്ങള് ആ ഗുരുവായൂര് ഞങ്ങള് ഇത്രയും പുണ്യമായ സ്ഥലമായി കാണുന്ന ഗുരുവായൂർ അമ്പലത്തില് നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം പണികൾ ചെയ്ത മുട്ടുകാല് തച്ചാണ് മുറിക്കുന്നത്. അപ്പോ ആ പറഞ്ഞ ഹിന്ദുവിനെ തന്നെ ഒന്ന് വെല്ലുവിളിച്ചതാ മുപ്പത്തിയേരെ. മനസ്സിലായോ നിങ്ങൾക്ക്? RSS ഇന്ത്യയിൽ നിന്ന് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എത്തപ്പാടിലും ഓട്ടത്തിലാ. നിങ്ങൾ ഇവിടെ ഗുരുവായൂർ നിങ്ങളെ ഒന്നും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. നിങ്ങളാണ് മുസ്ലിങ്ങളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് ഇത് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റി മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിക്ക് പറഞ്ഞയക്കാൻ നടക്കുന്നത് അല്ലേ? അപ്പൊ നടന്നതന്നെ. ആദ്യങ്ങള് ഇവളെ അമ്പലനടയിൽ നിന്ന് ഈ റീലെടുക്കലൊന്ന് ഒഴിവാക്കി കാണിച്ചു തരും. നല്ല ബഹുമാനത്തോടു കൂടെ നിങ്ങളോട് ചോദിക്കുക. അതിന് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ ലസിതാ പാലക്കലും ഉമ്പലും ഓലൊക്കെ ഏത് കാലം തുടങ്ങിയതാ? അബ്ബല് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തില്ല. ലസിതാ പാലക്കലിന്റെ ഒക്കെ കണ്ണിലും മോളൊക്കെ സംസാരത്തിലും ഉണ്ടല്ലോ ദീനിന്റെ തുടക്കക്കാരത്തി ഇബളാ. നീ മുസ്ലിം അല്ലടി, നീ മുസ്ലിം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലസിത അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ദീന് ഇബളേന്നാ ഉണ്ടായിക്കണതും. അത്രക്കും എന്താ പറയാ, ദീനിന്റെ ഒരു നടുക്കണ്ടാണ് ഇവളെന്നുള്ളതാണ് ഈ കുറച്ചാളുകൾ വിശ്വസിക്കുന്നത്. ഞമ്മക്കല്ലേ അറിയുള്ളൂ. ഇതിനെ കറിവേപ്പിലക്കും കൂടി ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാന്ന്. കറിവേപ്പില കറിയിൽ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് അത് കഴിക്കുമ്പോഴേ എടുത്ത് പുറത്തേക്ക് ഇട്ടുള്ളൂ. അതൊന്ന് ഇട്ട് ഇളക്കാൻ പോലും ഞങ്ങൾ ഇതിനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഓളാ പേര് മാറ്റാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സലീം എന്ന് പറഞ്ഞ ഓന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എവിടെ വെച്ചാ ഗൾഫില്. ഈ കാണുന്ന അറബ് രാജ്യം മുഴുവൻ ഗൾഫാ. അതേമാതിരി എത്ര സലീം ഉണ്ട്? ആർക്കെങ്കിലും ഇപ്പൊ എന്തിനാ എന്റെ പേരിട്ടിക്കണമെന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ജസ്ന സലീം അവിടെ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ മുസ്ലിം ഉള്ളൂ. അതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ നിങ്ങൾക്ക്? അതിന്റെ അപ്പുറത്തേക്ക് ഓള് എന്ത് മുസ്ലിം? ഓളെ പറഞ്ഞ ഏത് മുസ്ലിമിനാ പൊള്ളുക? ഇവളെ കാണാം, ഇവലൊക്കെ കാണാം ഇങ്ങനെ മുസ്ലിമിന്റെ ആളായിട്ട് ഇവളങ്ങനെ പറയുന്നു. ഇവളാണെങ്കിൽ ഒന്നരാടം പിന്നെ ഒരു പർദ്ദയെ ഒരു മക്കനെ ഇട്ടിട്ട് വന്നിട്ട് ഓളെന്ത് ചെയ്യും? ഇന്ന അങ്ങനെ പറഞ്ഞു, ഇന്ന എങ്ങനെ പറഞ്ഞു, ഞാൻ മുസ്ലിം മതസ്ഥ ആയതുകൊണ്ടല്ലേ ഇന്ന അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് സംഖ്യകളെ മാക്സിമം ഓളൊന്ന് സുഖിപ്പിക്കാനും നോക്കുന്നുണ്ട്. പക്ഷെ എന്താ ഇവറ്റടക്കം ചോറും നിന്നിട്ടുണ്ടോ ഇപ്പൊ സംഖ്യകള്? ഇവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളൂ ഇവള് വച്ച വർഗീയവാദിയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങട്ടും ചെല്ലാൻ പറ്റുന്നില്ല. പക്ഷെ ഈ നിങ്ങള് വെല്ലുവിളിച്ചിരുന്നു ഓളാ നടത്തിച്ചൂല ഗുരുവായൂരിക്കെന്ന്. കഴിഞ്ഞില്ലേ? നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ ആട്ടാൻ നിൽക്കുന്നത്. ഇപ്പൊ പോകട്ടോ, ബാക്കി കേൾക്കുന്ന
ആ തിരക്കിന്റെ ഇടയിൽ കൂടെ ഒരു നോക്കൊന്ന് കണ്ടു. ഭയങ്കര ക്രൗഡാട്ടോ. എന്നാ പോലും പുറത്തു നിന്ന് കണ്ടല്ലോ എന്നുള്ളൊരു തൃപ്തി. എന്തായാലും എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റൂലാലോ കടത്തൂലാലോ. ഒന്നും പ്രതീക്ഷിച്ചതല്ല, പക്ഷെ പ്രതീക്ഷിക്കാതെയാട്ടോ ഭയങ്കര സന്തോഷം. ഞാൻ ഇന്നലെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇന്നിങ്ങോട്ട് പോരുക എന്നുള്ളത്. സത്യ അങ്ങോട്ട് പോവുകയാണ് കണ്ണ എന്ന് പറയാൻ പോവാം സാഹചര്യമല്ല. കാരണം അത്രയ്ക്ക് ക്രൗഡ്. അവിടുന്ന് തിരിച്ച് ഇനിയിപ്പോ എങ്ങനെ പോരുക? ഓൾ ഇന്നലെ പെട്ടെന്നൊരു തീരുമാനം എടുത്തതാണ് ഇന്ന് ഏകാദശിയാണ് എന്ന്. അത് ഏകദേശം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലേ? ഇനി ബാക്കിയുള്ളത് പറഞ്ഞുതരാം. പിന്നെ ഉള്ള പ്രശ്നം എന്താ വെച്ചാ, പോയി ഒരു നോക്ക് കണ്ടു. ഒരു നോക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു. ഭയങ്കര തിരക്കാണെന്ന്. പിന്നെ ഹിന്ദുക്കള് വരൂലേ? ഹിന്ദുക്കള് വരുന്നോടത്ത് ഇജ്ജ് എന്തിനാ അവിടെ കടന്നില് ഉപ്പില് ഊറവട്ടമാരി കടന്നതാക്കണു? ഈ റീലിന് വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് ഓള് പറയണേ ഇനിയിപ്പൊ പോണത് പറയാൻ പറ്റിയില്ല. കണ്ണൻ ഇജ്ജിപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ കണ്ണ വിചാരിച്ചു ഇജ്ജ് അമ്മരത്ത് നിക്കുകയാണെന്ന്. കണ്ണൻ അറിയില്ല എന്ത് ഇജ്ജിപ്പൊ ഇക്കണോ അല്ലേ എന്നുള്ളത്. അനക്ക് വണ്ടി കിട്ടിയിരിക്കണോ, അട്ടപ്പാരിയായി, ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങുകയാണോ എന്നൊക്കെ കണ്ണൻ വിചാരിക്കും. അവള് പോവുകയാണെന്ന് പറയാൻ പറ്റിയില്ല അത്ര. ഇനി അതൊന്നുമല്ല കോമഡി. മറ്റേ ഇവള് ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇതെന്താണ് അറിയോ? ഇതിന്റെ മുമ്പിൽ നിന്നിട്ട് ഒപ്പനക്ക് നീ കൂടുവാൻ മൈലാഞ്ചി മുഞ്ചൊന്നു കാണുവാൻ. ഓളെ റീലിന്റെ പാട്ടാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നിട്ട് ഓളവിടെ മൗലൂദും നടത്തും. ഓളേതാ മുതല്. എന്നിട്ട് ഓള് പറയണേ ഒരു നോക്ക് കണ്ടു, ഞാൻ ഇനി തിരിച്ചു പോണത് പറയാനും പറ്റിയില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? കേക്കണ നിങ്ങള് ഇതൊന്ന് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞു? ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ പോയിട്ട് അവള് പറയണേ ഒപ്പനൊക്കെ ഒന്ന് കൂടുവാൻ മൈലാഞ്ചി മുഞ്ചൊന്ന് കാണുവാൻ. ആലോചിച്ച് നോക്കണ ഇവളെന്തിനാ അവൾക്ക് പോണെന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഓളെ വിചാരം എന്താ അറിയോ? കണ്ണട അടച്ചിട്ട് പാലാണ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓള് കണ്ണടച്ച മാതിരിയാണ് എല്ലാവർക്കും ഇരുട്ടാണെന്നാ. ഇതൊന്നും അല്ല. ഓളുടെ ഹൈലൈറ്റ് റിംഗ് ടൂൺ ഉണ്ട്. എന്താ അറിയോ? ഞാൻ കാണിച്ചാലാ. മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ചത് കൊണ്ടേ ജീവിതത്തിൽ ഇന്നേ വരെ നായിനെ തൊട്ടിട്ടില്ല കേട്ടോ. പിന്നെ ജി കുരുനേട്ടനെ തൊടുന്നത് പിന്നെ എന്താ കൈതേ? ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് 33 വയസ്സായി. ഇന്ന് വരെ ഞാൻ എത്ര കൊല്ലം മുമ്പ് അത് കൂടി ഒന്ന് പറഞ്ഞ? 33 വയസ്സായിട്ടില്ല തള്ളക്ക്. നായിനെ തൊട്ടിട്ടില്ലേ? മുത്തപ്പൻ അമ്പലത്തിൽ വന്നപ്പോ എന്താ ഇതിനൊക്കെ തമാശകളൊക്കെ ചിരിച്ചാണ്. ഓളാണ് പറയാ, ഓളെന്നോട് ചിരിച്ചു. പേടിയാണ്. കാരണം ചെറുതിലേ തൊട്ട് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടല്ലോ, നായിനെ തൊടരുത്, നായി ഹറാമാണ് എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട് നൈസായിട്ടാണ് കയറ്റിയില്ലേ? അതാണ് ജസ്ന സലീം. ഓൾക്ക് പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കിൽ ഓൾക്ക് ഈ ഹറാമോ ഹലാലോ അതിൽ കയറ്റിയേ പറ്റുള്ളൂ. അല്ലാതെ സംഗതി മുന്നോട്ട് പോകൂല. സത്യത്തിൽ ഹറാമാണോ എന്താണോ എന്നുള്ളത് ഓളെന്നെ പറയണ്ട. അതറിയാ ഓൾക്ക്. അതല്ലേ ഈ പണി വരുന്നുള്ളത്. കേട്ടോ. കേട്ടില്ലേ? ഇനിയിപ്പൊ പലരും പറയും ഹറാമല്ല നജസാണ് എന്നുള്ളത്. അതൊന്നും ഞാൻ വിശ്വസിക്കൂല. എങ്ങനെയുണ്ട്? അപ്പൊ ഓൾക്കറിയാം ഇത് ഹറാമാണോ മറ്റേ നജസാണോ എന്നുള്ളത്. അതുപോലെ ഓളെന്നോട് പറഞ്ഞിട്ടുണ്ട് കീഴടങ്ങി. കേക്കാം. എന്നാലും നമ്മള് തൊടാറില്ലാന്ന്. നമ്മളെ അരുണേട്ടനെ മാത്രമേ തൊടുള്ളൂ. വേറെ ആരിനും വേറെ ഒരു നായ്ക്കളെയും തൊടൂല. അരുണേട്ടനെ മാത്രമേ തൊടുള്ളൂ. അത് സാറില്ല. ഒറിജിനൽ അവിടെ ഉണ്ട് കേട്ടോ. ഒറിജിനൽ ക്യാമറയും പിടിച്ചു. അത് ഞങ്ങൾക്കറിയാം. കാണിച്ചാലാ ബാക്കി. ഇനിയുള്ള ഹൈലൈറ്റ് വേറെ സാധനം ഉണ്ട്. ക്ഷമ ഉണ്ടെങ്കിൽ കേട്ടാ മതി കേട്ടോ. ഞാൻ എന്തായാലും പറയാൻ തീരുമാനിച്ചു. ഇതൊന്ന് കേട്ടോ. മതമാണ് മുത്തപ്പന്റെ കൈ ആദ്യമായിട്ടാണ് പിടിച്ചത്. മുത്തപ്പന് കൂടെ ഉണ്ടാവണം. ഒന്നും അറിയില്ല മുത്തപ്പൻ എന്താന്ന് പോലും.
അല്ലേ മുത്തപ്പം ചിന്റെ വരിയിൽ തന്നെ ഇഷ്ടംമാതിരി പണിയുണ്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ ഇന്നലെ അടക്കല്ലേന്ന് പറയും. ഞാനാണെങ്കിൽ അതേ പറയുള്ളൂ. അറിയില്ല. നല്ലോണം പഠിക്കുക. മാതാവ് അല്ലേ വിഷയിക്കുന്നല്ല പിതാവ് എടുത്തു. പിതാവ് അതാ വേണ്ടാത്ത ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കല്ലേ മൂത്താപ്പാ. പിതാവ് എവിടെന്ന് ചോദിച്ചാല് മഷിട്ട് നോക്കാൻ പറ്റും. നിങ്ങൾ എന്നെ ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്കി. കാരണം എന്താ അറിയോ, മനുഷ്യന്മാർക്ക് ആർക്കും ഇതിനെ കാണാൻ കിട്ടണില്ല. എന്തായാലും ഓളെന്താ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ എന്നെ നോക്കോ. ദുബായിലാണ്. ആ ഒന്നും കൂടി കേൾക്കണം. ദുബായിലാണ്. അല്ല ഒന്നും കൂടി കേൾക്കണം. പിതാവ് ദുബായിലാണ്. ദുബായിലോ ഗൾഫിലോ? അറിയാത്തതല്ല. കഴിച്ചില്ലായി. ദുബായിൽ എവിടെയെന്ന് ചോദിക്കാന്ന്. എങ്ങനെയുണ്ട്? പിതാവ് ദുബായിലാ. ദുബായിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? ഒക്കെപ്പാടെ പിതാവാ. സംഭവം പിതാവ് ദുബായിലാന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇനി മുത്തപ്പനേറ്റ് സത്യം വിളിച്ചു പറഞ്ഞ ഓളാണ് പോവുക ഏറൊക്കെ. ഓള് നല്ല പേടി ഉണ്ടാ മുഖത്ത്. അതുകൊണ്ട് പിതാവ് ദുബായിലാ. ചിലപ്പോ ചങ്ങായി ദുബായിലായിരിക്കും, പറയാൻ പറ്റൂല. ആ എന്താ ചെയ്യ അല്ലേ. അതൊക്കെ പോട്ടെ. ഇവൾക്ക് 3 സംഗതികള് വിട്ടൊരു ജീവിതമല്ല. ഒന്ന് എന്താ അറിയോ, ഒന്ന് മുസ്ലിങ്ങളെ പറയണം, 2 RSSകാരെ തൃപ്തിപ്പെടുത്തണം. ഏത്, ഞാൻ നിങ്ങള് വിചാരിക്കണേ നിങ്ങള് പറയണ മാതിരി ഒന്നും അല്ല എന്നുള്ളതാക്കി തീർക്കണം. മൂന്നാമത്തെ എന്താ അറിയോ, ഹോസ്പിറ്റലിൽ പോകണം, ഗ്ലൂക്കോസ് കയറ്റണം, ഇഞ്ചക്ഷൻ വെക്കണം, മരുന്ന് വാങ്ങണം, അവിടുന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. വലിയ ചില ടാസ്ക് ഒന്നല്ല. എന്താ ഈ പറയുന്നത്? വർഗീയത മാത്രം ഉണ്ടാക്കിയാ പോരാ, ഇതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ഇല്ലല്ലോ. ഇനി ഇതാ കേട്ടോ. അതെ, ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു സിനിമയുള്ളൂ, അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അല്ലേ. അതില് പിഷാരടിന്റെ ഒരു എൻട്രി ഇല്ലേ, ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ടിട്ട് പിഷാരടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരാന്ന് ചോദിച്ചാൽ അതിലെ ഈ ഞാനാണ് ഹോസ്പിറ്റലില് പാർട്ടി വെയർ ഇട്ട് നിൽക്കാം. ഞാനൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിന്റെ മറ്റേ ഡാൻസും പാട്ടും കഴിഞ്ഞാ ഓള് പിന്നെ പൊന്ത് എവിടെ അറിയോ, ഈ ഹോസ്പിറ്റലിന്റെ കഥയും പറഞ്ഞുകൊണ്ട്. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ കഥ പറയും, അമ്പലത്തിൽ നിന്ന് പുറത്ത് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ കഥ പറയും. ഓള് ഭയങ്കര ചെറിയ എന്താ അതിലൊക്കെ തമാസാന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. വേണേ നിങ്ങളൊന്നാണ് ചിരിച്ചളി. അല്ലെങ്കിൽ പിന്നെ ഓളെന്താ വിചാരിച്ച ഞാൻ അതിന്റെ പേരിൽ വീണ്ടും പോയി ഗ്ലൂക്കോസ് കഴിച്ചല്ല. എന്തായാലും ബാക്കി കാണാല്ലേ. നിങ്ങളൊക്കെ കളിയാക്കുന്നുണ്ടല്ലോ, സെലിബ്രിറ്റി സെലിബ്രിറ്റി എന്ന് പറയുന്നത്. ആരെ അമ്മായിച്ച പൊട്ടത്തരം പറഞ്ഞു. സെലിബ്രിറ്റി ആവണ്ടേ, അപ്പൊ എന്താക്കി ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ട് പോകുന്നത്. അല്ലാതെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ഈ പാർട്ടി വയറോ അണ്ടർ വയറോ എന്തെങ്കിലും ഇട്ട് പോയിക്കോ. ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയണെന്നാ ചോദിക്കണത്. വന്നതുകൊണ്ടല്ല കേട്ടോ. അപ്പൊ പിഷാരടി കഴിഞ്ഞ അടുത്ത ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ട് പോയ ആളിഞ്ഞ എല്ലാം ഉണ്ട്, ബുദ്ധി മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. ഇതൊന്നും അല്ല. കഴിഞ്ഞ പ്രാവശ്യത്തോളം പോക്കില്ലേ, അതിനുണ്ട് ഹോസ്പിറ്റലിന്റെ കഥ. ഏത് സീസൺ കഴിഞ്ഞാലും നേരെ ഹോസ്പിറ്റലിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പരിപാടി എന്താ വെച്ചിട്ടാ, ഇവള് ഭയങ്കര മറ്റേ അസുഖത്തിന്റെ ഇതിൽ പെട്ടിക്കാണ്, അവൾ അത്രയും കഷ്ടപ്പെടുന്ന പെണ്ണാണ് എന്നൊക്കെ നാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. എന്നാ അതിന്റെ നേരെ താഴത്തുണ്ടാവും മറ്റേ ഓള് തട്ടിട്ടും മറ്റേ പ്ലീസ് ഓർഡറും. കാരണം എന്നിട്ട് ഈ മൊയന്തൾക്ക് മനസ്സിലാകുന്നില്ല ഈ സംഖ്യകൾക്കൊന്നും ഇവള് ഇത് ബിസിനസ്സാ ചെയ്യണെന്നുള്ളത്. അതിനും വേണൊരു ബുദ്ധി. എന്താ പറഞ്ഞിട്ട് കാര്യം. എന്തായാലും ഞാൻ അത് കാണിച്ചു തരാം. ഇതാ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഇവിടെ പോയി ഇന്ത്യയാണ്, ഏത് അമ്പലത്തിൽ പോയി ഇന്ത്യ. ഇതാ അവിടെ മലമ്പാമ്പ് എര മുണിങ്ങിക്കോണു ആ കടപ്പ് കണ്ട. എന്നിട്ട് കാണാം ഇവിടെ എല്ലാരെയും തള്ളാറിയുന്നു. ഓൾ ഇപ്പോഴും 16 തികഞ്ഞിട്ടില്ല. ഓൾക്ക് എല്ലാരും തള്ളേ. ആലോചിച്ച് നോക്കണം. ഇതൊന്നുമല്ല, ഉണ്ട്, കണ്ടമാനുണ്ട്. ഇവിടെ മഹിമ പറഞ്ഞാ തീരൂല. നേരം വെളുക്കോളം ഞാൻ ഇവിടെ ഇരുന്നാലും ശരി, അത് തീരൂല. ഇതൊന്ന് കണ്ടോക്കാണി. എങ്ങനെയുണ്ട്?
ഇവളാ കുറച്ച് മുമ്പ് പറഞ്ഞ നായിനെ തൊടൂല, നായിനെ തൊടല ഹറാമാണ് എന്നൊക്കെ. അതെന്തേലും ആവട്ടെ, തട്ടം കയറിയതുണ്ടോ? ഓൾക്ക് ഓളെ ബിസിനസ് നിലനിർത്തണമെങ്കിൽ തട്ട ആവശ്യമാണ്, നിർബന്ധമാണ്. തട്ടവും മുസ്ലിമും പിന്നെ സംഘികളുടെ തൃപ്തിപ്പെടുത്തേണ്ട എന്തെങ്കിലും ഒരു കാര്യം. ഇതില്ലാതെ ഈ എന്താ പറയാ, ഈ ചിക്കൻ കറി വെക്കുമ്പോ ഇങ്ങനെ ഈ മല്ലി മുളക് കുരുമുളക് കാരണമാതിരി ഇങ്ങനെ ഒന്ന് തെളിച്ചു കൊടുത്താല് ഇത് പോകുള്ളൂ. അതിന്റെ കൂടെ ഓർഡർ ഉണ്ടാവും. ഇനി ഓള് രണ്ടാമത് ഇടുന്ന തട്ട എന്തിനാണെന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതായത് അത് നിങ്ങൾ കണ്ടോ. നോക്കണ്ട പർദ്ദ തന്നെ. ഞാനേ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു പർദ്ദ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ജാതി നെഗറ്റീവ് കമന്റുകൾ എന്നറിയോ. അപ്പൊ പിന്നെ വിചാരിച്ച് ആ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി ഒന്ന് നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റിന് ഏത് പഴയ ആ ബിസിനസ് ട്രിക്ക് ഒന്ന് എടുത്തേക്കാമെന്ന് കരുതി. കണ്ണന, നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്. തലയെ തട്ടമിട്ട് കണ്ണനെ ഞാൻ പിടിക്കുന്നത് ബിസിനസ് ട്രിക്കാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പർദ്ദയും കൂടി ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ പർദ്ദ മുസ്ലിംസിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നൊന്നും പർദ്ദ ഉണ്ടാക്കിയ ആള് പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇനി അറിയില്ല കേട്ടോ, നമുക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ടേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പർദ്ദ ഇട്ടതിന്റെ പേരിൽ നിങ്ങൾ ഇതേ കമന്റ് ഇട്ടോളൂ. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. എന്നാലേ എന്റെ ഈ വീഡിയോ വൈറലാവില്ലേ. നല്ല വയറിലും നെഞ്ഞത്തും പള്ളിയിലും ഒക്കെ ആവും. കുരുനേട്ടനോട് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല കേട്ടോ. അന്റെ വർഗീയതക്ക് ഇജിപ്പോ സ്വയം ഞാൻ ഇങ്ങനെ ഒന്ന് വൈറലാക്കി തരൂ എന്ന് പറഞ്ഞ ഓളെ വൈറലാക്കാണ്, അതുകൊണ്ട് ഓൾക്കെതിരെ വീഡിയോ ചെയ്യണ്ട എന്ന് ഷെരീഫ് ചിന്തിക്കൂല. കാരണം എന്താ അറിയോ, ഇജ് അതാ തിന്നണ വെച്ചാൽ ഞാൻ ചോറാ തിന്നണ നല്ലോണം പറയും. പറ്റൂലെങ്കിൽ ഇജ്ജ് എന്നെ കൊണ്ട് പറ്റുന്ന വഴി നോക്കിക്കോ, എനിക്കൊരു പ്രശ്നമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ് എന്റെ അടുത്ത് ശരിയുണ്ട്. കാരണം ഇജാതി വർഗീയതയും കൊണ്ടാണ് ഇവള് ജീവിക്കണത്. പിന്നെന്താ ഞമ്മക്ക് പറഞ്ഞ അല്ലെങ്കിൽ ഇജന്റെ ഗൾഫിലെ മാപ്പിളിനോട് ഇന്നൊന്ന് വിളിക്കാൻ പറയും. എനിക്ക് ഞാൻ ഇവിടുന്ന് പ്ലാസ്റ്റിക്കിന്റെ ആയാലും വേണ്ടില്ല 2 നട്ടല് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ ഒരു സാധനം വേണ്ടല്ലേ, ദുനിയാവിലുണ്ടെങ്കിലല്ലേ ഇപ്പൊ വിളിക്കാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇതിപ്പോ ദുബായിലുള്ള ആരാ വിളിക്കുക? കല്യാൺ ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. എന്നാ ഞാൻ പോട്ടെ, പക്ഷെ ഞാൻ വരും, വരും.